ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആസ് എ പാരൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഗതികളാണ്. അതായത് നമ്മുടെ കുട്ടികളുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കേണ്ട ചില കാര്യങ്ങൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അതുപോലെ ടീച്ചേഴ്സ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോഴെങ്കിലും മനസ്സിലാവാതെ വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് ആളുകളുടെ കുട്ടികൾ ഇപ്പോൾ CBSE സ്കൂളുകളിലായിരിക്കും പഠിക്കുന്നത്. അപ്പം നമ്മുടെ മുൻപിൽ നിന്ന് തന്നെ നമ്മുടെ കുട്ടികളോട് ടീച്ചേഴ്സ് പല കാര്യങ്ങളും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്, നമ്മളോടും സംസാരിക്കാറുണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്ക് ചിലപ്പോഴൊക്കെ സാധിക്കാതെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം രക്ഷിതാക്കളായിട്ടുള്ളവർ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പം നമ്മുടെ ഒരു ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നമ്മുടെ കുട്ടീൻ്റെ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം രാവിലെയാണ് നമ്മൾ സ്കൂളിൽ ചെല്ലുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോർമലായിട്ട് നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുക? രാവിലെ ആണെങ്കിൽ നമ്മളെങ്ങനെ പറയാം? ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയാം അല്ലേ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇനി നമ്മൾ ഉച്ചയ്ക്കാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 12 മണിക്ക് ശേഷമാണ് പോകുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. വൈകുന്നേരമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് അഭിസംബോധന ചെയ്യാം. അപ്പം ഏത് സമയത്താണെങ്കിലും നമ്മൾ വിഷ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു മര്യാദയാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും എങ്ങനെ പറയണം? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇനി ഗുഡ് മോർണിംഗ് നമ്മൾ പറയുന്ന സമയത്ത് ടീച്ചർ എന്ത് ചെയ്യും? തിരിച്ച് നമ്മളോട് എന്തു പറയും? യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രഭാതം, അല്ലെങ്കിൽ നല്ല ഒരു രാവിലെ നമ്മളെ വിഷ് ചെയ്യാണ്. അപ്പോൾ ടീച്ചർ സ്വാഭാവികമായിട്ട് ഗുഡ് മോർണിംഗ് തിരിച്ചു പറയും. ശേഷം എന്തായിരിക്കും പറയുക? ശേഷം നമ്മളോട് ടീച്ചർ പറയും പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ദയവായി ഇരിക്കാൻ പറയൂ അല്ലേ? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇതാണ് നമ്മൾ ഫോർമലായിട്ടുള്ള ഒരു കോൺവെർസേഷൻ്റെ തുടക്ക രൂപം എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഗ്രീറ്റ് ചെയ്യും. ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾക്ക് പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയാം. ഇനി അടുത്തത് എന്തായിരിക്കാം? ഒരു പാരൻ്റ് എന്ന നിലയിൽ നമ്മൾ എന്തായിരിക്കും ടീച്ചറോട് ചോദിക്കുക? എൻ്റെ കുട്ടി ക്ലാസ്സിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ട് സൂര്യ ക്ലാസ്സിൽ എങ്ങനെയുണ്ട്, സൂര്യ ക്ലാസ്സിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം? സൂര്യ ക്ലാസ്സിൽ എങ്ങനെയുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ ഹൗ ഈസ് സൂര്യ ഇൻ ക്ലാസ്. ഹൗ ഈസ് സൂര്യ ഇൻ ക്ലാസ്. സൂര്യ ക്ലാസ്സിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അല്ലേ? ഹൗ ഈസ് സൂര്യ ഇൻ ക്ലാസ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചില നെഗറ്റീവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ടീച്ചേഴ്സ് ആദ്യം എന്താണ് പറയുക? നമ്മുടെ കുട്ടികളുടെ പോസിറ്റീവ് കാര്യങ്ങളായിരിക്കാം നമ്മളോട് പറയുക. ചിലപ്പോൾ എങ്ങനെ പറയാം? അവൾ നല്ല മിടുക്കിയാണെന്ന് പറയും, അല്ലെങ്കിൽ ആക്റ്റീവ് ആണെന്ന് പറയാം. ഇതൊക്കെ എങ്ങനെ പറയാം? ഷീ ഈസ് സ്മാർട്ട് ഇൻ ദ ക്ലാസ് പറയാം, അല്ലെങ്കിൽ ഷീ ഈസ് സോ ആക്റ്റീവ് ഇൻ ദ ക്ലാസ് എന്ന് പറയും അല്ലേ? ഷീ ഈസ് സോ സ്മാർട്ട്, അല്ലെങ്കിൽ ഷീ ഈസ് ആക്റ്റീവ് ഇൻ ദ ക്ലാസ്, അങ്ങനെ പറയാം അല്ലേ? ഇനി അതേപോലെ തന്നെ രണ്ട് ടേമിനെ കമ്പയർ ചെയ്തൊക്കെ പറയും. ആദ്യത്തെ ടേമിനെ അപേക്ഷിച്ച് ഇത്തവണ കുറച്ചും കൂടി നല്ലോണം ചെയ്തു എന്ന് പറയും. എങ്ങനെ പറയും അത്? സൂര്യ കഴിഞ്ഞ ടേമിനെ അപേക്ഷിച്ച് ഈ ടേമിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുക? ഷീ ഹാസ് ഡൺ മച്ച് ബെറ്റർ ദാൻ ദ പ്രീവിയസ് ടേം. ഷീ ഹാസ് ഡൺ മച്ച് ബെറ്റർ ദാൻ ദ പ്രീവിയസ് ടേം. അതായത് കഴിഞ്ഞ ടേമിനേക്കാൾ നല്ലപോലെ ഇത്തവണ ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് ഡൺ മച്ച് ബെറ്റർ ദാൻ ദ പ്രീവിയസ് ടേം. അതായത് മുൻ ടേമിനെ അപേക്ഷിച്ച് ഇത്തവണ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ നല്ലവണ്ണം പെരുമാറാൻ അറിയുന്ന കുട്ടിയാണെന്നൊക്കെ പറയും അല്ലേ? നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടാൻ കഴിയുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്ന കുട്ടിയാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഷീ ഈസ് എ വെൽ ബിഹേവ്ഡ് ഗേൾ. ഷീ ഈസ് എ വെൽ ബിഹേവ്ഡ് ഗേൾ. അതായത് നല്ല രീതിയിൽ പെരുമാറാൻ അറിയുന്ന ഒരു കുട്ടിയാണ്. ഷീ ഈസ് വെൽ ബിഹേവ്ഡ് ഗേൾ. അത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ വരുന്ന ഒരു അഭിപ്രായമുണ്ട്. പൊതുവായിട്ട് ഒട്ടുമിക്ക പാരൻസും പറയുന്നതായിരിക്കാം എന്ത്? വീട്ടിൽ നിന്ന് പക്ഷെ പഠിക്കാനൊക്കെ കുറച്ച് മടിയാണ് അല്ലേ? ഇനി എത്ര തലകുത്തി നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ രക്ഷിതാക്കൾ അതിൽ ചില സമയങ്ങളിലെങ്കിലും തൃപ്തരായിരിക്കില്ല. അവർ പറയും എന്നാലും വീട്ടിൽ നിന്നൊക്കെ പഠിക്കാനും എഴുതാനൊക്കെ പറഞ്ഞാൽ കുറച്ച് മടിയാണ്. ഈ അഭിപ്രായം മിക്കവാറും സ്റ്റുഡൻസ് ഒക്കെ കേൾക്കുന്ന കാര്യമായിരിക്കും അല്ലേ? അതെങ്ങനെയായിരിക്കാം ഇംഗ്ലീഷിൽ പറയുക?
She's a bit reluctant to study from home. She's a bit reluctant to study from home. She is a bit reluctant to study from home. She is a bit reluctant to study from home. വീട്ടിൽ നിന്ന് പഠിക്കാനൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് അല്ലേ? She is a bit reluctant to study from home. എന്നാൽ ഒരുപക്ഷെ ടീച്ചേഴ്സ് പറയും അവൾ നല്ല കുട്ടിയാണ്, അവൾ നല്ല കുട്ടിയാണ്, അവൾ ഒരു നല്ല കുട്ടിയാണ്. എങ്ങനെ പറയും? ഷീസ് എ ഗുഡ് ഗേൾ, അല്ലെങ്കിൽ ഷീസ് എ ഗുഡ് ചൈൽഡ്, ഷീസ് എ ഗുഡ് ചൈൽഡ് ഓർ ഷീസ് എ ഗുഡ് ഗേൾ എന്നൊക്കെ ടീച്ചേഴ്സ് നമ്മളെ ഒന്ന് പൊക്കി പറയും. അത് കൂടാണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് പറയും, കുറച്ചുകൂടി ഇംഗ്ലീഷിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടി മാത്സിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കും. ആദ്യം പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയും, അവസാനം ചെറിയൊരു നെഗറ്റീവ്. അത് നെഗറ്റീവ് അല്ല, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ പറയും? ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് പേ എ ലിറ്റിൽ മോർ അറ്റൻഷൻ ടു ഇംഗ്ലീഷ്. ജസ്റ്റ് പേ എ ലിറ്റിൽ മോർ അറ്റൻഷൻ ടു ഇംഗ്ലീഷ്. ജസ്റ്റ് പേ എ ലിറ്റിൽ മോർ അറ്റൻഷൻ ടു ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് പേ എ ലിറ്റിൽ മോർ അറ്റൻഷൻ ടു ഇംഗ്ലീഷ്. ഉടനെ നമ്മുടെ രക്ഷിതാവ് ഇങ്ങനെ ഉണർന്നെണീറ്റു. ഓക്കെ ടീച്ചർ, ശരി ടീച്ചർ, ഞാൻ ശ്രദ്ധിച്ചോളാം. അന്ന് മുതൽ ആ കുട്ടീൻ്റെ കാര്യം ഗോവിന്ദ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പടി 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 ഇത് തന്നെയായിരിക്കണം പറച്ചിൽ അല്ലേ? എങ്കിലും നമ്മുടെ രക്ഷിതാവ് പറയും, ശരി ടീച്ചർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതെങ്ങനെ പറയും? ഓക്കെ ടീച്ചർ, ഓക്കെ ടീച്ചർ, ഐ വിൽ പേ അറ്റൻഷൻ. ഞാൻ ശ്രദ്ധിച്ചോളും അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളാം. ഐ പേ അറ്റൻഷൻ, ഐ പേ അറ്റൻഷൻ. ഓക്കെ ടീച്ചർ, ഐ പേ അറ്റൻഷൻ. ശരി ടീച്ചർ, ഞാൻ ശ്രദ്ധിച്ചോളാം. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് പറയുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ്, നല്ലോണം പഠിച്ച് നല്ലൊരു നിലയിലെത്തട്ടെ. പഠിച്ച് നല്ലൊരു നിലയിൽ എത്തട്ടെ. അതെങ്ങനെ പറയും? ലെറ്റ്സ് ലേൺ ആൻഡ് റീച്ച് എ ഗുഡ് ലെവൽ. ലെറ്റ്സ് ലേൺ ആൻഡ് റീച്ച് എ ഗുഡ് ലെവൽ. പഠിച്ച് നല്ലൊരു നിലയിലെത്തട്ടെ. ലെറ്റ്സ് ലേൺ ആൻഡ് റീച്ച് എ ഗുഡ് ലെവൽ. അപ്പം നമ്മുടെ പേരൻസ് എന്ത് പറയും? താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ കുട്ടികളോട് പറയുന്നതാവാം, അതുപോലെ രക്ഷിതാക്കളോട് പറയുന്നതാവാം, രക്ഷിതാക്കൾക്ക് തിരിച്ചു പറയേണ്ടി വരുന്നതാവാം. ഇത്തരം കുറച്ച് സെൻറ്റൻസുകളും കൂടിയുണ്ട്. നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. രക്ഷിതാക്കൾ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ടീച്ചറോട്, ഇവളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ, ഇവളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അതെങ്ങനെ പറയാം? പേ എ സ്പെഷ്യൽ അറ്റൻഷൻ ടു ഹർ. പേ എ സ്പെഷ്യൽ അറ്റൻഷൻ ടു ഹർ. ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. പേ എ സ്പെഷ്യൽ അറ്റൻഷൻ ടു ഹർ. നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ടോ? ഇസ് ദെയർ ക്ലാസ് ടുമോറോ? നാളെ ക്ലാസ് ഉണ്ടോ? ഇസ് ദെയർ ക്ലാസ് ടുമോറോ? ഇസ് ദെയർ ക്ലാസ് ടുമോറോ? നാളെ ക്ലാസ് ഉണ്ടോ? ഇസ് ദെയർ ക്ലാസ് ടുമോറോ? നാളെ അവധിയാണ്. നാളെ അവധിയാണ്. ടുമോറോ ഇസ് എ ഹോളിഡേ. ടുമോറോ ഇസ് എ ഹോളിഡേ. നാളെ അവധിയാണ്. ടുമോറോ ഇസ് എ ഹോളിഡേ. ഇനി നാളെ അവധിയാണോ? നാളെ അവധി ആണോ? നാളെ അവധിയാണോ? നാളെ അവധി ആണോ? ഈസ് ടുമോറോ എ ഹോളിഡേ? ഈസ് ടുമോറോ എ ഹോളിഡേ? നാളെ അവധി ആണോ? ഈസ് ടുമോറോ എ ഹോളിഡേ? നാളെ പരീക്ഷയുണ്ട്. നാളെ പരീക്ഷയുണ്ട്. നാളെ പരീക്ഷയുണ്ട്. ദർ ഈസ് എൻ എക്സാം ടുമോറോ. ദർ ഈസ് എൻ എക്സാം ടുമോറോ. ദർ ഈസ് എൻ എക്സാം ടുമോറോ. നാളെ പരീക്ഷ ഉണ്ട്. നന്നായി പഠിച്ചു വരണം. നന്നായി പഠിച്ചു വരണം. യു ഷുഡ് സ്റ്റഡി വെൽ. യു ഷുഡ് സ്റ്റഡി വെൽ. നന്നായി പഠിച്ചു വരണം. യു ഷുഡ് സ്റ്റഡി വെൽ. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഹാവ് യു ഓൾ റിട്ടൺ? ഹാവ് യു ഓൾ റിട്ടൺ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഹാവ് യു ഓൾ റിട്ടൺ? സോ കുട്ടികളുള്ള ഓരോ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ചില കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുന്ന ആളുകൾ ഒന്ന് എന്തെങ്കിലും ഒരു സ്മൈലിയോ ഹാർട്ടോ അതേപോലെ തന്നെ ഒരു തംസപ്പോ കമൻ്റായിട്ട്
ചേർക്കാൻ മറന്നു പോകണ്ട. ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.